വിശദമായി നോക്കാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലത്ത് മഴ ശക്തമായ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. എറണാകുളത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുന്നുണ്ട്. ആലപ്പുഴ, കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം വി അരുണിലേക്ക്. അരുൺ, എന്താണ് നിലവിലെ സാഹചര്യങ്ങൾ തലസ്ഥാന നഗരിയിൽ? ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ എന്താണ്? തലസ്ഥാനത്ത് രാവിലെ ശക്തമായ മഴ ഉണ്ടാകുന്നില്ല. നേരത്തെയൊക്കെ ചാറ്റൽ മഴ ഉണ്ടായപ്പോൾ അതുമില്ല. പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അലർട്ട് പുറത്തു വന്നത് 7:30 മണിക്കാണ്. അത് 7 മണിക്ക് പുറപ്പെടുവിച്ച സന്ദേശമാണ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പ്. അതായത് 10 മണിവരെയും ഇതേ കാലാവസ്ഥ തുടരും. ശക്തമായ മഴയുണ്ടാകും, ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 2 ദിവസം കൂടി ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും 6 ഓറഞ്ച് അലർട്ടുമാണ്. ആ അലർട്ടുകൾ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. ബുധനാഴ്ച വരെ, നാളെയും ഇതുപോലെ മഴ മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച എന്നാൽ ഇതുവരെയും നിലവിൽ അലർട്ടൊന്നും പ്രഖ്യാപിച്ചില്ല. ഏതായാലും സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ സർക്കാരുമൊക്കെ ഇത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ 2 താലൂക്കുകളിലായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നെടുമങ്ങാടും കാട്ടാക്കടയും. ഇപ്പോൾ അത് ഒരു താലൂക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. ശക്തമായ മഴ മലയോര മേഖലയിൽ ഉണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ശരി, എറണാകുളത്ത് നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് ജില്ലയിലെ സ്ഥിതി? രാവിലെ ശക്തമായ മഴ തുടരുന്നുണ്ടോ ജില്ലയിൽ? ദിവ്യ, ഇന്നലെ മുതൽ തന്നെ ഏതാണ്ട് ഒരു തെളിഞ്ഞ കാലാവസ്ഥ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ടിടങ്ങളിൽ മാത്രമായിരുന്നു മഴയുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ വരെയും ഏതാണ്ട് അതേ സ്ഥിതി തന്നെ തുടർന്നു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ ചിലയിടങ്ങളിൽ ശക്തി ആർജിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് മഴ ശക്തിപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ മേഘാവൃതമായിരുന്നെങ്കിലും മഴ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ജില്ലയുടെ മറ്റു മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ആലുവ, പറവൂർ, അങ്കമാലി തുടങ്ങിയ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ അവിടെയൊന്നും മഴ ഇത്ര കണ്ട ശക്തിയായിട്ട് പെയ്യുന്നില്ല എന്നാണ് അറിയുന്നത്. കിഴക്കൻ മേഖലകളിലും ഇതേ സ്ഥിതിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തന്നെ ഇപ്പോൾ മഴ ഇതേ ഒരു സമാനമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. എങ്കിലും വലിയ ആശങ്കയ്ക്ക് കാരണമില്ല എന്നാണ് ജില്ലാ അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ നന്നായി കുറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ, ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടിനും വെള്ളക്കെട്ട് പോലുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതകൾ കാണുന്നില്ല. നീരൊഴുക്കുകൾ വളരെ സുഗമമായിട്ട് തന്നെയാണ് ഓടകളിലും മറ്റും സുഗമമായി പോകുന്നുണ്ട്. വെള്ളക്കെട്ടിന് ഒരു സാധ്യതയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പെരിയാറിൻ്റെ കൈവഴികളിലെല്ലാം തന്നെ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി അണക്കെട്ട് തുറന്നൊരു സാഹചര്യത്തിലാണ്. പക്ഷേ പെരിയാറിലെ ജലവിധാനം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലല്ല പോകുന്നത്. ഇന്നലെ ആലുവ, അങ്കമാലി ഭാഗങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആലുവ, പുളിഞ്ചോട് മേഖലകളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ദേശത്ത് ഒരു വീടിൻ്റെ സംരക്ഷണ ഭിത്തി അടക്കം പുഴയിലേക്ക് ഒഴുകി വീഴുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആശങ്കപ്പെടുത്തുന്ന ഒരു നിലയിലായിരുന്നു അത്. പക്ഷേ ഇന്നേക്ക് വരുമ്പോഴേക്കും കുറച്ച് തെളിഞ്ഞൊരു പകൽ കിട്ടിയതിൻ്റെ ഒരു ആനുകൂല്യം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നുണ്ട്. സ്ഥിതികൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഓഫ്ലൈൻ ആയിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ വീണ്ടും ഓൺലൈനിലേക്ക് സംവിധാനത്തിലേക്ക് മാറാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയും ജില്ലയിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കാക്കനാട്, കീരേലി മഴ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഏതാണ്ട് 18-ലധികം കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റ് കിഴക്കൻ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിലേക്ക്, ഇടുക്കി പോലുള്ള ജില്ലകളിലേക്കൊക്കെ സഞ്ചരിക്കുന്നവർക്ക് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസങ്ങളിൽ യാത്ര മാറ്റിവെക്കണമെന്നാവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളെല്ലാം തന്നെയും ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും യൂണിറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഏത് അടിയന്തര ഘട്ടത്തിലും ഇടപെടാൻ ആവശ്യമായ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. തീരമേഖലയിലടക്കം വലിയ ജാഗ്രത പുലർത്തുന്നുമുണ്ട്. ദിവ്യ, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹം ചെയ്യുന്നു. ശരണ്യ, എന്താണ് ജില്ലയിലെ അവസ്ഥ? ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ടോ?
ദിവ്യ, ആലപ്പുഴ ജില്ലയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 97 കുടുംബങ്ങളാണ് ഉള്ളത്. പ്രധാനമായും അപ്പർ കുട്ടനാടൻ മേഖലയിലാണ് വെള്ളക്കെട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ പെയ്യുന്ന മഴയ്ക്ക് അപ്പുറത്തേക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലമാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. പമ്പയിലെ ജലനിരപ്പ് അത്ര പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴും അച്ചൻകോവിലാറ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രധാനമായും പമ്പയും അച്ചൻകോവിലും മണിമലയുമാണ് ആലപ്പുഴ ജില്ലയിലൂടെ കടന്നു പോകുന്നത്. അതിൽ ഇപ്പോൾ അച്ചൻകോവിലാറിലെ ജലനിരപ്പാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളാണ്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾ പലതും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കർഷകരോട് തന്നെ ചോദിക്കാം, ചേട്ടാ എന്താ അവസ്ഥ ഈ മഴയത്ത്? ഇപ്പം 3-4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന കാരണം കൊയ്യാൻ പോലും പറ്റുന്നില്ല. വീണ നെല്ലാണെങ്കിൽ അത് ചെത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത്. കൃഷിനാശം ഒരുപാട് നഷ്ടം ഞങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പം കൊയ്ത നെല്ല് തന്നെയാണെങ്കിലും എടുക്കാൻ തന്നെ നെല്ലുകാർ വരാൻ ബുദ്ധിമുട്ടിക്കുന്നത്. നിങ്ങളുടെ നെല്ലാണല്ലേ ഈ സൈഡിൽ കിടക്കുന്നത്? സൈഡിൽ കിടക്കുന്ന ഞങ്ങളുടെ നെല്ലാണ്, ഞങ്ങളുടെ നെല്ല് തന്നെയാണ് കിടക്കുന്നത്. അത് എടുക്കാൻ തന്നെ വലിയ വരുന്നില്ല, ഈ മഴ കാരണം വരുന്നില്ല. പിന്നെ സംഭരിച്ച് വെക്കാനുള്ള ഇടങ്ങളും കുറവാണോ? സംഭരിച്ച് വെക്കാൻ ഇവിടെ ഒന്നും ഇടമില്ല, ഇല്ല. അതാണ് ഒരു അവസ്ഥ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് പാടശേഖര സമിതി വരും ഒരു മുൻകരുതൽ പോലും എടുക്കുന്നില്ല. അതാണ് ഇവിടെ ചെയ്ത് പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇന്നാണ് ഒരു ശാലം തെളിച്ചം കിട്ടി അത് വന്നിരിക്കുന്നത്. ഇന്ന് എടുക്കാനുള്ള ഒരു കണ്ടീഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ കിളിർത്തു തുടങ്ങിയോ നെല്ല് കിളിർത്തു തുടങ്ങി. നമ്മളിപ്പോൾ ഈ പാടശേഖരത്തിൻ്റെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഇവിടെ ഒരു 4 ഏക്കറിന് മേളിൽ വെള്ളത്തിനടിയിലാണ്. ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന നെല്ല് അത് കൊയ്തെടുക്കാൻ പറ്റാത്ത നെല്ലാണ്. കൊയ്തെടുക്കാൻ ഒക്കത്തില്ല. എന്നു വെച്ചാൽ നമ്മൾ മെഷീൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഒരു ഏക്കർ കൊയ്യുന്നതിന് ഒരു 3.5-4 മണിക്കൂർ എടുക്കും. ഈ 4 മണിക്കൂറിന് 1 മണിക്കൂർ നമ്മളിപ്പോൾ കൊടുക്കേണ്ട 2600 രൂപയാണ് മെഷീന് കൊടുക്കേണ്ടത്. ഈ മെഷീന് കൊടുത്തു കഴിഞ്ഞ് ഈ കൊയ്ത് ഇങ്ങോട്ട് നമ്മൾ കയറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് 1 ഏക്കറിനൊപ്പം നമ്മൾ ചുരുക്കം കണക്കൂട്ടിയാൽ മതി. ഒരു 2600 വെച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഇവന് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? ഇപ്പം നല്ല നെല്ലായിരുന്നു, ഒരു 3-3.5 കിൻഡൽ നെല്ല് വെച്ചോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലാവസ്ഥ അനുയോജ്യമായി നമുക്ക് പ്രതികൂലമായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത്രയും നാളും ഇപ്പം 4-5 ദിവസമായി ഈ മഴ ഇങ്ങനെ പെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ കാണാം, നമ്മുടെ പാടത്തിൽ തന്നെ കാണാം, നെൽക്കതിര് വെള്ളത്തിനടിയിലാണ്. അതാണ് ഒരു പ്രശ്നമല്ലേ, ഈ കാലാവസ്ഥ അടിക്കടി ഉണ്ടാകുന്ന മഴ ഭയങ്കരമായി ചതിക്കുവാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഇടിച്ചു കുത്തിയുള്ള മഴയാണ്. നെല്ല് മുഴുവൻ നശിച്ചു പോവുക. ഒരുപാട് കിളുത്തിട്ടുണ്ട്. ചേട്ടൻ ഇവിടെയുള്ള ആളല്ലേ, പുറത്തുനിന്ന് വന്ന് കൃഷി ചെയ്യുമല്ലോ? അതെ, ഞാൻ പുറത്തുനിന്ന് വന്ന്, ഞാൻ പുന്നപ്പുറയിൽ വന്ന് കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി നെല്ല് പോയി. 2 ഏക്കറിനകത്ത് കൂടി വന്നാൽ തുച്ഛമായ ഒരു നെല്ലേ കിട്ടത്തുള്ളൂ. ഇത്ര കിൻഡൽ നെല്ലേ കിട്ടത്തുള്ളൂ. കാർഷിക മേഖലയിൽ നിന്ന് നിങ്ങളെ തിരികെ പോകാനായിട്ട് ഈ പുറത്തുനിന്നൊക്കെ വന്ന് കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ടല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറെ എന്ത് തൊഴിൽ ചെയ്യാനാ? ഇതേ ഉള്ളു ഞങ്ങളുടെ തൊഴിലെന്ന് പറഞ്ഞാൽ. 365 ദിവസം ഇതിൻ്റെ കൂടെ അങ്ങ് നടക്കുക. ഞാൻ ഒരു 10-15 ഏക്കറോളം ചെയ്യുന്നുണ്ട്. ഈ പാട്ടത്തിന് പിടിച്ച് ചെയ്യുന്ന, അവർ പറയുന്ന പാട്ടം കൊടുത്ത് ചെയ്യുന്നതാണ്. വേറെ തൊഴിലൊന്നുമില്ല. ഇത് നോക്കി ഇങ്ങനെ അങ്ങ് നടക്കുക. ഈ ലാസ്റ്റ് വന്നപ്പം കിട്ടേണ്ട സമയത്താണ് ഈ വലിയ മഴയടിച്ചത്. അപ്പം നല്ല വിളവായിരുന്നു. ഒരു 3 കിൻഡൽ ഈസി ആയിട്ട്, അതിന് മേളിലേ കാണത്തുള്ളൂ. ഇപ്പം നമുക്ക് കിട്ടുന്ന 1.5 കഷ്ടിച്ച് 1.25 അത്രയൊക്കെ കിട്ടത്തുള്ളൂ. 1.25 തന്നെ കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ. നെല്ല് നനഞ്ഞു കിടന്നിട്ട് ഇപ്പം അവർ എടുക്കുമെന്ന് അറിയാൻ പറ്റില്ല. 10 ദിവസമായി ഈ കിടപ്പ് കിടക്കാനായിട്ട്. കൊയ്തിട്ടിട്ട് എത്ര ദിവസമായി എടുക്കുക? ഇപ്പൊ 10 ദിവസമായി കൊയ്തിട്ടിട്ട്. 10 ദിവസം അല്ലേ? 5 ഈ മുളപൊട്ടി തുടങ്ങിയോ നനവടിച്ച്? ഇല്ല, അതിന്റെ അടിക്കത്തെ ഭാഗം എല്ലാം ഇങ്ങനെ കിളുത്ത് പോകുന്നുള്ള. മേലോട്ടൊന്നും കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ഇതിൽ സൂക്ഷിച്ചിട്ടിരിക്കുന്നത്. അല്ല, അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സംഭരിക്കാനായിട്ട് മറ്റു ഒന്നുമില്ല. സർക്കാർ തലത്തിലും ഇല്ല, ഒന്നുമില്ല. സർക്കാർ തലത്തിലും ഇല്ല. നമ്മളിങ്ങനെ കൊയ്ത് പാടശേഖരത്തിന്റെ ഇറമ്പിലിടുക, പഴതായിട്ട് മൂടിയിടുക, അവർ നെല്ലെടുക്കാൻ വരുമ്പോൾ നെല്ലെടുക്കുക എന്നേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കർഷകർ പറയുന്നത് അവര് ഇത്രയും വലിയ, അതായത് പലരും ഇപ്പൊ നമ്മൾ ഈ കണ്ട് സംസാരിച്ച ആളൊക്കെ ഇവിടെ ഉള്ള നെടുമുടി, ഞാനിപ്പോ നിൽക്കുന്ന നെടുമുടിയാണ്, നെടുമുടിയിലുള്ള ആളുകളല്ല, പുറത്തുനിന്ന് വന്ന് കൃഷി ചെയ്താണ്. സംഭരണത്തിന് മാർഗമില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഈ കാലാവസ്ഥയ്ക്ക് പുറമെ ആ സംവിധാനങ്ങൾ ഒരുക്കാത്തതും കർഷകരുടെ ജീവിതത്തെ വലിയ തോതിൽ തിരിച്ചടിക്കുകയാണ്. ദിവ്യ, ശക്തമായ മഴയെ തുടർന്ന് കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ശരണ്യ റിപ്പോർട്ട് ചെയ്തത്. ഇനി കൊല്ലത്ത് നിന്ന് വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ജില്ലയിലെ സ്ഥിതി? നല്ല മഴ തന്നെയാണോ? ദിവ്യ, 5 ദിവസമായി കൊല്ലം ജില്ലയിൽ പരക്കെ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് ഏറെ ആശ്വാസം നൽകുന്ന കാര്യം ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതാണ്. നഗരത്തിൽ മാത്രമല്ല, കിഴക്കൻ മേഖലയിലും മഴയ്ക്ക് ശമനമുണ്ട്. ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു. വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി.
ജനവാസ കേന്ദ്രങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പിന്നീട് വാഹനങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന സാഹചര്യം. ഇന്നലത്തെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നതാണ്. MC റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. പുനലൂരിൽ ആശുപത്രിയുടെ താഴത്തെ നിലയിൽ വെള്ളം കയറി 18 കോവിഡ് രോഗികളുടെ മുകളിലെ നിലയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം. പത്തനാപുരത്ത് കടകളും വീടുകളും വെള്ളത്തിനടിയിലായി. അവിടെ KV ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് മഴ മാറി നിൽക്കുന്നു. അതിന്റെ ഒരു വലിയ ആശ്വാസമുണ്ട്. ജലം ഒഴുകിപ്പോകേണ്ട സാഹചര്യമാണ് ഇനി ഉണ്ടാകേണ്ടത്. പ്രധാനമായും കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നാൽ അത് ഏറ്റവും ബാധിക്കുന്നത് മൺട്രോ തുരുത്തിനെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. 95 കുടുംബങ്ങളെയാണ് ഇതുവരെ ജില്ലയിൽ ആകെ മാറ്റിപ്പാർപ്പിച്ചത്. 500ഓളം ആളുകൾ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. 32 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 2 വീടുകൾ പൂർണ്ണമായി തകർന്നു. കൊല്ലം, കരുനാഗപ്പള്ളി, പുനലൂർ, പത്തനാപുരം തുടങ്ങിയ താലൂക്കുകളിലായാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. തെന്മല ഡാമിന്റെ ഷട്ടർ 120 സെന്റിമീറ്റർ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. അത് അതേപടി തുടരുകയാണ്. ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ ഇനി ഈ ഷട്ടർ താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികളിലേക്ക് പോകൂ. ഏതായിരുന്നാലും മഴ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസമാണ്. എങ്കിൽ തന്നെയും ജില്ലയിലാകെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ദിവ്യ, കൊല്ലത്തുനിന്ന് വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നുണ്ട്. റിംഗ് റോഡിലും കുമ്പഴയിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പന്തളം, കുടശനാട്, നൂറനാട് ഭാഗങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനാണ് ചേരുന്നത്. ശശി, എന്താണ് ജില്ലയിലെ സ്ഥിതി? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ കാര്യങ്ങൾ മാറുന്ന സ്ഥിതിയാണുള്ളത്. വീണ്ടും മലയോര മേഖലകളിൽ മഴ ശക്തമായിരിക്കുന്നു. കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. റാന്നി, കോന്നി, ആങ്ങമൂഴി, ചിറ്റ തുടങ്ങിയ മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. അടൂരാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. പന്തളത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ഇവിടങ്ങളിലൊക്കെ സമാനമായ സ്ഥിതി ഇപ്പോൾ തുടരുന്നുണ്ട്. ഏറെ ആശ്വാസമുള്ള കാര്യം അച്ചൻകോലാറ്റിലെ ജലനിരപ്പ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ജലനിരപ്പ് കുറഞ്ഞതോടെ അരോപ്പലം പഞ്ചായത്തിലെ മിക്ക വീടുകളിലും ഇന്നലെ വെള്ളം കയറിയ ഭാഗങ്ങളിലൊക്കെ ആളുകൾ വീടുകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഗതാഗതം പല സ്ഥലങ്ങളിലും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളായ പന്തളത്ത് ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ്. അപ്പർ കുട്ടനാട് മേഖലകളിലും ഇത്തരത്തിൽ ഗതാഗത തടസ്സമുണ്ട്. ഇവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയിൽ 18 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ 108 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാല യാത്രയ്ക്കും നിരോധനം ഇന്നും തുടരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലപ്പം ഒരുപക്ഷെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പത്തനംതിട്ട നഗരത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. നഗരത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ പത്തനംതിട്ടയിലുണ്ട്. നഗരത്തിൻ്റെ ചുറ്റുമുള്ള റിംഗ് റോഡിൻ്റെ മേഖലകളിലൊക്കെ വെള്ളം കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അച്ചൻകോലാറ്റിലെ ജലനിരപ്പ് താഴ്ന്നത് ഈ പ്രദേശങ്ങളിൽ വെള്ളം ഉയരാൻ കാരണമായിട്ടുണ്ട്. അതാണ് പ്രധാനമായി ഉള്ളത്. എന്തായാലും ജില്ലയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്താനും രക്ഷാപ്രവർത്തനങ്ങളും എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടപ്പാക്കി വന്നിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ അണക്കെട്ടുകളിൽ ജലം നിറയുകയാണ്. ഷട്ടറുകൾ തുറന്നിട്ടും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2399.10 അടിയായിട്ടുണ്ട്. 140.30 അടിയാണ് മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിലെ ജലനിരപ്പ്. കനത്ത മഴ തുടർന്നാൽ ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തിയേക്കും. VK സ്റ്റാലിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സ്റ്റാലിൻ, മുല്ലപ്പെരിയാറിൽ റൂൾ കർവിനോട് അടുക്കുകയാണ് ജലനിരപ്പ്. എന്താണ് സ്ഥിതി? കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ടോ ഇപ്പോൾ? ദിവ്യ, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നു. റൂൾ കർവിനോട് അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 141 റൂൾ കർവ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാർ തീരവാസികളോട് വളരെ ജാഗ്രത പാലിക്കാനായിട്ട് കളക്ടർ, ജില്ലാ ഭരണകൂടം എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2399.12 എത്തിയിരിക്കുകയാണ്. ഇന്നലെ 2 മണി മുതൽ ഒരു ഷട്ടർ തുറന്ന് 40 ക്യൂമിക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. പദ്ധതി പ്രദേശങ്ങളിലും വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം ഒറ്റപ്പെട്ട മഴ, കനത്ത മഴ തന്നെ രാത്രികാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുലർച്ചെ ഇന്ന് രാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ പൊതുവെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് വർദ്ധിച്ചതുകൊണ്ട് തന്നെ പവർ ഹൗസിലെ മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുതോൽപാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
എന്താണേലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ അവിടുത്തെ ജലം തുറന്നുവിട്ടാൽ ഇടുക്കിയിലേക്ക് കൂടുതൽ ജലം ഒഴുകിമെത്തും എന്നുള്ള കാരണത്താൽ തന്നെ ചിലപ്പോൾ വീണ്ടും ഇടുക്കിയിലെ ഷട്ടറുകൾ കൂടുതൽ തുറക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ തുറന്നിരിക്കുന്ന ഷട്ടർ തന്നെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ നിലനിൽക്കുന്നത്. വി കെ സ്റ്റാലിനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി വി കെ ജയരാജ് പൂറ്റി നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരും ഇന്ന് സ്ഥാനമേൽക്കും. വി എസ് അനുവാണ് ചേരുന്നത് സന്നിധാനത്ത് നിന്ന്. അനു, എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം നട തുറക്കും. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ദിവ്യ, ഇന്ന് വൈകിട്ടാണ് ശബരിമല നട തുറക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു പ്രകൃതിയുടെ ഒരു പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വരുന്ന 4 ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്ന് ഇന്നലത്തെ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പമ്പ പരിസര പ്രദേശങ്ങളിലൊക്കെ മഴ ഇന്നലെ രാത്രിയും ശക്തമായി തുടരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് ശബരിമലയിൽ ഉള്ളത് എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്ന് വൈകിട്ട് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനയുടെ കാർമ്മികത്വത്തിലാണ് നട തുറക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. നിലവിലെ ക്ഷേത്ര മേൽശാന്തി വി കെ ജയരാജ് പൂറ്റി ക്ഷേത്രനട തുറക്കും. അതിനുശേഷം തുടർന്ന് ദീപങ്ങൾ തെളിയിക്കും. കൂടാതെ ഉപദേവതാ ക്ഷേത്ര നടകളും തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. അതിനുശേഷമാണ് പുതിയ നിയുക്ത ശബരിമല അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിമാരുടെ അവരോധിക്കൽ ചടങ്ങ് നടക്കുന്നത്. അത് 6 മണിക്കാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി എത്തുന്ന ഈ നിയുക്ത മേൽശാന്തിമാരെ നിലവിലെ മേൽശാന്തിയും അതുപോലെ തന്നെ ക്ഷേത്ര തന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് ശബരിമല മേൽശാന്തി. അതുപോലെ തന്നെ ശംഭു നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിമാരുമാണ്. ഇവിടെ കലശാഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. അതിനുശേഷം ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയ ശേഷം അവിടെ അയ്യപ്പൻ്റെ മൂലമന്ത്രം ഓതി നൽകും. അതിനുശേഷമാണ് നിലവിലെ നേരത്തെ സൂചിപ്പിച്ച പോലെ വി കെ ജയരാജ് പോറ്റിയും അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തി രജകുമാർ പോറ്റിയും ഇന്ന് ഇവിടെ നിന്ന് ഒരു വർഷത്തെ അവരുടെ ഒരു നിയോഗം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പടിയിറങ്ങും. അതിനുശേഷം നാളെ രാവിലെയാണ് ക്ഷേത്രനട തുറന്നുകൊണ്ടുള്ള മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് ഒരു തുടക്കം നാളെ മുതൽ എന്ന് വേണം പറയാൻ. പക്ഷേ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പ്രതികൂല സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വരുന്ന 4 ദിവസങ്ങളിൽ ഈ സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ പ്രവേശനത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇത്തരം ചടങ്ങുകളൊക്കെ ആരംഭിക്കും. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൂടുതൽ പ്രദേശങ്ങൾ ഈ പറയുന്ന ഒരു മഴയുടെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ മരാമത്ത് പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ഈ സന്നിധാനത്തെ ഈ പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്തെ ഒരു തീർത്ഥാടന കാലത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് ഒരുക്കങ്ങൾ തകൃതിയാണ്. വി എസ് അനുവാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ അനന്തഗോപൻ ഇന്ന് ചുമതലയേൽക്കുകയാണ്. രാവിലെ തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് സത്യപ്രതിജ്ഞ. ബോർഡംഗമായി CPIയുടെ പ്രതിനിധി മനോജ് ചരളയിലും ചുമതലയേൽക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന N വാസുവിന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് അനന്തഗോപൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. CPM സംസ്ഥാന സമിതി അംഗവും മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമാണ് കെ അനന്തഗോപൻ. പമ്പയിലും പരിസര പ്രദേശങ്ങളിലും മഴയ്ക്ക് നേരിയ ശമനം. രാത്രിയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ പമ്പാ നദിയിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞു. പമ്പയിൽ കുളിക്കുന്നതിന് 4 ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ മല ചവിട്ടാൻ അനുവദിക്കില്ല. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം പമ്പയിൽ ചേരും. കാര്യങ്ങളൊരു നേരിയ ആശ്വാസം പമ്പയിലുണ്ട്. പമ്പയിൽ ഇന്നലെ രാത്രിക്ക് ശേഷം കുറച്ച് പെയ്ത്തുമഴയിൽ ഒരു ചെറിയ കുറവുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ പമ്പയിലെ സ്നാനം ഉൾപ്പെടെ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പമ്പയിലെ സ്നാനം ഉൾപ്പെടെ വരുന്ന 2-3 ദിവസത്തേക്ക് എന്തായാലും അനുവദിക്കാനാകില്ല. സന്ദർശകരുടെ അളവ് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിടണം എന്നാലോചിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലൂടെയൊക്കെ ശബരിമലയിലേക്ക് പ്രവേശിക്കുന്ന വഴികളൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. വെള്ളം പരമാവധി പമ്പ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പമ്പയിൽ നിന്ന് സനോജ് സുരേന്ദ്രനാണ് ചേരുന്നത്. സനോജ്, എങ്ങനെയാണ് പമ്പയിലെ ക്രമീകരണങ്ങൾ?
കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിലും സന്നിധാനത്തും ശക്തമായ മഴയായിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ടായിട്ടുണ്ട്. പമ്പാ നദിയിലെ ജലനിരപ്പിനും കാര്യമായ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. എങ്കിലും ശക്തമായ നീരൊഴുക്ക് ഉണ്ടായതിനെ തുടർന്ന് ഇരുകര കവിഞ്ഞാണ് പമ്പ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് പമ്പയിൽ സ്നാനം നടത്തുന്നതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വരുന്ന 4 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. പമ്പയിൽ യാതൊരു തരത്തിലും വരുന്ന 4 ദിവസം കുളിക്കുന്നതിനും അനുവദിക്കുകയില്ല. ഒപ്പം തന്നെ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഒരു അവലോകന യോഗവും ചേരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് ക്ഷേത്രനട തുറക്കുന്നതെങ്കിലും ഇന്ന് ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയില്ല. നാളെ മുതലായിരിക്കും ഭക്തർക്ക് പ്രവേശനമുണ്ടാവുക. നാളെ മുതൽ എത്രത്തോളം ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടണമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർണായക തീരുമാനവും ഇന്നത്തെ യോഗത്തിലാവും ഉണ്ടാവുക. സ്വാഭാവികമായും പമ്പയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് അടിയന്തര യോഗം ചേരുന്നത്. ആ യോഗം ഏറെ നിർണായകവുമാണ്. സനോജാണ് വിവരങ്ങൾ നൽകിയത്. പമ്പയിൽ ഞുണങ്ങാറിന് കുറുകെ താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. ശനിയാഴ്ച സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി പാലം നിർമ്മാണത്തിന് കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണ ചെലവ് ആര് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ നമ്മോടൊപ്പം ചേരുകയാണ്. മാഡം, ഇന്ന് വൈകുന്നേരം നട തുറക്കുകയാണ്. ശബരിമല നട തുറക്കുന്നു. നാളെ തൊട്ട് മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? അതെ, പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തി വരികയാണ്. അവലോകന യോഗങ്ങളും അതുപോലെ തന്നെ യാത്രകളും മറ്റ് നിർമ്മാണ പ്രവൃത്തികളും എല്ലാം തന്നെ നടന്നു വരികയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു മാസമായി ഒരു ദിവസം പോലും മഴയില്ലാത്ത ഒരു 24 മണിക്കൂർ പത്തനംതിട്ട ജില്ലയ്ക്ക് ലഭിച്ചിട്ടില്ല. ഏറ്റവും അധികം മഴ ലഭിച്ച ജില്ല എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് കൂടി. അപ്പൊ അതിനാൽ കുറച്ച് നിർമ്മാണ പ്രവൃത്തികൾ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും തീർച്ചയായിട്ടും തീർത്ഥാടകരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള അസൗകര്യങ്ങളുള്ള റോഡുകളോ മറ്റു കാര്യങ്ങളോ അതിന് പകരമായിട്ടുള്ള ബദൽ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ തീർത്ഥാടകർ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം നമ്മൾ പരക്കെ നൽകിയിട്ടുമുണ്ട്. കാരണം മഴ ഇനിയും തുടരുകയാണ്, കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ തുടരുകയാണ്. ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ മാഡം? അതെ, ഇപ്പോൾ നമ്മൾ വെർച്വൽ ക്യൂ മുഖേന ബുക്ക് ചെയ്തിട്ടുള്ള ഭക്തർക്ക് മാത്രമാണ് ഇപ്പോൾ അനുവാദം നൽകുന്നത്. കാരണം മലയോര പ്രദേശത്തിലുള്ള യാത്രയായതിനാലും ഇത്രയും ദിവസം മഴ നീണ്ടു നിന്നതിനാലും നമുക്ക് മണ്ണിടിച്ചിലിന്റെ ഒക്കെ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ നമ്മൾ വാർണിംഗ് ബോർഡ്, താക്കീതുകളും സൂചനകളും ഉൾപ്പെടെയുള്ള ബോർഡുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് അധികം ആളുകളെ ആ വഴിയിലൂടെ കടത്തിവിടാനുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് എത്ര ഭക്തരെ കടത്തിവിടാൻ സാധിക്കുമോ അത്ര മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നദികളിലുമൊക്കെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ കുളിക്കടവുകളിലും ഉള്ള നദീതീരങ്ങളിലും കുളിക്കടവുകളിലും ഒക്കെയുള്ള ഭക്തരുടെ പ്രവേശവും ഇപ്പോൾ നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നതല്ല, ഭക്തരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി വേണ്ടി. ശരി മാഡം, ഈ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ഈ റോഡൊക്കെ ഏറെക്കുറെ പൊട്ടിപ്പൊളിഞ്ഞ മട്ടാണ്. മരാമത്ത് പണികളൊക്കെ എങ്ങനെയാണ്? അത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ അറിയുന്നത്? അതെ, നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് കുറച്ച് വിശദമായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അതിന് പകരമായിട്ടുള്ള ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ശരി, നന്ദി മാഡം പ്രതികരിച്ചതിന്. പത്തനംതിട്ട കളക്ടർ ദിവ്യ എസ് അയ്യറാണ് പ്രതികരിച്ചത്. +1 9ാം ക്ലാസ് വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് എത്തുകയാണ്. ഇതോടെ മുഴുവൻ ക്ലാസുകളിലെയും അധ്യയനം സ്കൂളുകളിൽ പുനരാരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു. സ്കൂളുകളിൽ അവധി പ്രഖ്യാപിച്ചതിൽ അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. +1 അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവർക്കും പ്രവേശനം ലഭിക്കും. 23-ാം തീയതി നടക്കുന്ന അലോട്ട്മെന്റിന് ശേഷം അധിക ബാച്ചിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂള് തുറന്നതിന് ശേഷം കോവിഡ് മാർഗരേഖ പ്രകാരമുള്ള ക്ലാസുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇതുവരെ
ക്ലാസിൻ്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിലോ മറ്റ് വിദ്യാർത്ഥികളുടെ ആരോഗ്യ കാര്യത്തിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 23-ാം തീയതി പുതിയ ബാച്ചുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രഖ്യാപനം ഉണ്ടാവും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെയുള്ള അലോട്ട്മെന്റുകളിൽ കിട്ടാത്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കും. അതിനുശേഷമായിരിക്കും ഏതെല്ലാം താലൂക്കിൽ ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ബാച്ച് കൂടി അനുവദിച്ച് കുട്ടികളുടെ പ്രവേശനം പൂർത്തീകരിക്കാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കുന്നത്. വിവരങ്ങളുമായി SS ശരണാണ് ചേരുന്നത്. ശരൺ, അഡ്മിഷൻ പൂർത്തിയാക്കിയ ശേഷം +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഒപ്പം 9ാം ക്ലാസ് കുട്ടികളും എത്തുന്നതോടെ സ്കൂളുകൾ പൂർണ്ണ തോതിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനം പൂർണ്ണ തോതിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം നവംബർ 1-ാം തീയതിയാണ് പ്രൈമറി ക്ലാസുകളും 10+2 ക്ലാസുകളും ആരംഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ തിങ്കളാഴ്ച 8ാം ക്ലാസും ആരംഭിച്ചിരുന്നു. ഇന്ന് +1 9 ക്ലാസുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ സ്കൂളുകളിലെ അധ്യയനം, അതായത് എല്ലാ ക്ലാസുകളിലെയും അധ്യയനം പുനരാരംഭിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിൽ നേരിട്ടെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു. അല്പസമയം മുമ്പ് മണക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് അദ്ദേഹം എത്തിയിരുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികളും അധ്യാപകരുമായി അദ്ദേഹം സംസാരിച്ചു, ക്രമീകരണങ്ങൾ വിലയിരുത്തി. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ മഴക്കെടുതി തുടരുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി നേരിട്ട് എന്നെ ചോദിച്ചറിയുകയുണ്ടായി. ഇതിനുശേഷമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ മഴക്കെടുതി ഉണ്ടായ, നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകര. എന്നാൽ നെയ്യാറ്റിൻകര താലൂക്കിന് ഇന്നാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കിലെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് 9 മണിയോട് കൂടിയാണ് നെയ്യാറ്റിൻകര താലൂക്കിനും അവധി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിവാദമാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിരുന്നത്. അതായത് അവധി പ്രഖ്യാപിച്ചതിൽ അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് വിവാദം തുടരുകയാണ്. അതായത് +1 പ്രവേശനം ലഭിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ഘട്ടത്തിലാണ് മന്ത്രി അതിന് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് ഈ മാസം അവസാനത്തോടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 23-ലെ അലോട്ട്മെന്റ്, ആ അലോട്ട്മെന്റിലെ വിവരങ്ങൾ പുറത്തു വന്ന ശേഷം ഈ അധിക ബാച്ച് അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അതോടുകൂടി മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഗരസഭയിൽ ഇന്ന് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചതോടെയാണ് കോട്ടയം നഗരസഭയിൽ UDF-ന് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായത്. LDF-നും UDF-നും 22 അംഗങ്ങൾ വീതമുള്ള നഗരസഭയിൽ കാര്യങ്ങൾ പ്രവചനാതീതമാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്ത്, CPM-ന്റെ അവിശ്വാസ പ്രമേയം പാസായി, പക്ഷേ ഈ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും? ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഒരു ക്ലൈമാക്സിലേക്ക് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് വേണം മനസ്സിലാക്കാൻ ദിവ്യ. പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾക്ക് 22 അംഗങ്ങൾ വീതമാണുള്ളത്. 8 അംഗങ്ങൾ BJP-ക്കുണ്ട്. സ്വാഭാവികമായും ആദ്യഘട്ട മത്സരത്തിൽ ഇവർ 3 പേരും മത്സരിക്കുന്നു. BJP അതിൽ നിന്ന് പുറത്താക്കും. രണ്ടാം ഘട്ട മത്സരത്തിലായിരിക്കും ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുക. എടുത്തു പറയേണ്ടത്, ഒരു CPM അംഗത്തിന് അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ നിന്നെത്തി വോട്ട് ചെയ്യുമെന്നാണ് ഇന്ന് CPM നേതാക്കൾ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ അവിശ്വാസ പ്രമേയത്തിലടക്കം ഒരു ഇടത് സ്വതന്ത്രന്റെ വോട്ട് അസാധുവാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ അസാധുവാകുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അവിടെ ഭരണത്തിൽ അത് നിർണായകമാണ്, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് നിർണായകമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ നറുക്കെടുപ്പിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച മുൻ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തന്നെ മത്സരിക്കുന്നു. ഇടതുപക്ഷത്തിന് വേണ്ടി CPM-ന്റെ പ്രതിനിധി ഷീജ അനിലും BJP-ക്ക് വേണ്ടി റീബ വർക്കിയും മത്സരിക്കും. എന്തായാലും അത്യന്തം ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് തന്നെ കോട്ടയം നഗരസഭ പോകും. എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നേരത്തെ ദിവ്യ തന്നെ പറഞ്ഞതുപോലെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് UDF ഭരണം, 20 വർഷം നീണ്ട UDF ഭരണത്തിന് അന്ത്യം വന്നത്. എന്തായാലും ഇന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു 11 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. 3 കക്ഷികളും എന്തായാലും മത്സരത്തിന് തയ്യാറെടുത്ത് കാത്തിരിക്കുകയാണ്.
ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക് വീണ്ടും. എറണാകുളത്ത് മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ കാർ ഡ്രൈവർ അബ്ദുറഹിമാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. എറണാകുളം CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. മത്സരയോട്ടമാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഓടി കാറിൽ പിന്തുടർന്ന യുവാവിനെതിരെയും കേസെടുത്തേക്കും. മുൻ മിസ് കേരള അൻസി കബീറിന്റെയും സുഹൃത്തുക്കളുടെയും അപകട മരണത്തിന് കാരണം മത്സരയോട്ടമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. അപകടത്തിൽപ്പെട്ട വാഹനത്തെ പിന്തുടർന്ന ഔഡി കാർ ഡ്രൈവർ സൈജു മത്സരയോട്ടം നടന്നതായി മൊഴി നൽകിയിരുന്നു. കേസിൽ അറസ്റ്റിലായ ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ പ്രാഥമിക മൊഴിയിലും മത്സരയോട്ടത്തിന്റെ സൂചനകളുണ്ടായിരുന്നു. പരിക്കുകളോടെ ചികിത്സയിലായിരുന്ന അബ്ദുൾ റഹ്മാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെയാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മത്സരയോട്ടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അബ്ദുൾ റഹ്മാൻ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഔഡി കാർ ഓടിച്ച സൈജുവിനെതിരെയുള്ള നിയമ നടപടി. IPC 279 പ്രകാരം അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് കേസെടുക്കാനാണ് സാധ്യത. DJ പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ DVR കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹോട്ടലുടമ റോയ് ഹാജരായിട്ടില്ല. ഇയാളെ വീണ്ടും നോട്ടീസ് അയച്ച് വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. മാതാപിതാക്കൾ അറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ അമ്മ അനുപമയിൽ നിന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് തെളിവെടുക്കും. വൈകിട്ട് തെളിവെടുപ്പിന് ഹാജരാകാൻ അനുപമയ്ക്ക് CWC നോട്ടീസ് നൽകിയിരുന്നു. കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ CWCക്കും ശിശുക്ഷേമ സമിതിക്കും വീഴ്ച പറ്റിയെന്ന ആരോപണങ്ങൾക്കിടെയാണ് തെളിവെടുപ്പ്. അതേസമയം ആരോപണ വിധേയരെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ തൈക്കാട് ഓഫീസിന് മുന്നിൽ അനുപമ നടത്തുന്ന സത്യഗ്രഹ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ട സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത്. സർക്കാർ തീരുമാനം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ ഇടയാക്കുമെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടനയായ SYS ഇന്ന് പ്രതിഷേധിക്കും. അതേസമയം അധികാരം നഷ്ടപ്പെടുമ്പോഴൊക്കെ സാമുദായിക വികാരമിളക്കിവിടാൻ മുസ്ലിം ലീഗ് ശ്രമിക്കാറുണ്ടെന്ന് INL ജനറൽ സെക്രട്ടറി കാസിം മിരിക്കൂർ ആരോപിച്ചു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിനെതിരെ സമസ്തയ്ക്ക് പിന്നാലെ പ്രബല മുജാഹിദ് സംഘടനയായ KNM രംഗത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ തീരുമാനം വഖഫ് ബോർഡിനെ തകർക്കുമെന്നും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടാൻ വഴിയൊരുക്കുമെന്നും KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ആരോപിച്ചു. തീരുമാനം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ശരിയായ മാർഗമല്ല, അത് തിരുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടണം. KNM അത് ആവശ്യപ്പെടുന്നു. അതിന് കീഴിലുള്ള വിദ്യാർത്ഥി വിഭാഗവും യുവജന വിഭാഗവും എല്ലാം അതിനോടൊപ്പം നിൽക്കുന്നു. ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹവും. വഖഫ് ബോർഡ് തീരുമാനം സമുദായത്തിനെതിരെയുള്ള നീക്കമായാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഡിറ്റോറിയലിൽ വിശേഷിപ്പിച്ചത്. കോഴിക്കോട്ടെ വഖഫ് ഓഫീസിന് മുന്നിൽ സമസ്ത യുവജന സംഘടനയായ SYS ഇന്ന് പ്രതിഷേധിക്കും. വഖഫ് ബോർഡ് ന്യൂനപക്ഷ കോർപ്പറേഷൻ വിഷയങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. ഇതിന്റെ ചുവടുപിടിച്ചാണ് മുസ്ലിം സംഘടനകളും വിമർശനമുയർത്തുന്നത്. അതേസമയം അധികാരം നഷ്ടമായ മുസ്ലിം ലീഗ് എക്കാലത്തും സാമുദായിക വികാരം ഇളക്കിവിടാൻ ശ്രമിക്കാറുണ്ടെന്നും ഇത് അപകടകരമാണെന്നും INL ജനറൽ സെക്രട്ടറി കാസിം മിരിക്കൂർ പ്രതികരിച്ചു. അപ്പോഴെല്ലാം തന്നെ മുസ്ലിങ്ങൾ അപകടത്തിൽ, ഇസ്ലാം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു പതിവ് അഭ്യാസമാണ്. നേരത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിലും മുസ്ലിം സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തു വന്നിരുന്നു. സർക്കാരിനെതിരെ മുസ്ലിം സംഘടനകളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടത്തിനാണ് ലീഗ് നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. ലഖിംപൂർ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഇന്ന് ഉത്തരവിറക്കിയേക്കും. ഛത്തീസ്ഗഡ്, പഞ്ചാബ് ഹൈക്കോടതികളിലെ വിരമിച്ച ജഡ്ജിമാരെ ചുമതലപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം അന്വേഷണ മേൽനോട്ടത്തിന് വിരമിച്ച ജഡ്ജിയെ ചുമതലപ്പെടുത്തുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ നിലപാട് അറിയിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും UP സർക്കാർ കൂടുതൽ സമയം തേടുകയായിരുന്നു. അക്രമ സംഭവത്തിലെ ഫോറൻസിക് ഫലം അന്വേഷണ സംഘം നേരത്തെ പുറത്തുവിട്ടിരുന്നു. കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര, സഹായികളായ ലത്തീഫ്, സത്യനാരായൺ ത്രിപാഠി എന്നിവരിൽ നിന്ന് കണ്ടെത്തിയ തോക്കുകളിൽ നിന്ന് വെടിയുതിർത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിദ്യാർത്ഥിയായ ആദിത്യ ദുബെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുക.
മുൻപ് ഹർജി പരിഗണിച്ചപ്പോൾ വായുമലിനീകരണം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കർഷകരെ കുറ്റം പറയാതെ മലിനീകരണം കുറയ്ക്കാൻ പ്രായോഗിക നടപടികൾ കൈക്കൊള്ളാൻ ഇരു സർക്കാരുകൾക്കും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. 2 ദിവസത്തെ ലോക്ഡൌൺ ആലോചിക്കാനും കോടതി പറഞ്ഞിരുന്നു. മലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് പഠനം ഓൺലൈനാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും 3 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തി. UDF കണ്ണൂർ ജില്ലാ നേതൃസമ്മേളനം ഇന്ന് നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, AA അസീസ്, അനൂപ് ജേക്കബ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് സമ്മേളനം രൂപം നൽകും. ജില്ലയിലെ നിയോജക മണ്ഡലം നേതൃസമ്മേളനങ്ങളും പഞ്ചായത്ത് നേതൃസമ്മേളനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മതതീവ്രവാദം വളർത്താൻ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്ന സ്ഥാപനമെന്ന് എളമരം കരീം ആരോപണം ഉന്നയിച്ച ചേവായൂരിലെ സിജിയിൽ CPMന്റെ കോഴിക്കോട് ടൗൺ ഏരിയ സമ്മേളനം നടന്നു. 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ എളമരം കരീമും പങ്കെടുത്തു. സിജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കേരളത്തിൽ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ചേവായൂരില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശാനുസരണം അനുയോജ്യനായ കാഡർമാരെ ഡൽഹി സർവകലാശാലയിലുള്ള കോളേജുകളിലേക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്കും മറ്റും റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ സിജി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച CPM യോഗത്തിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഇങ്ങനെ പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ചേവായൂരിലെ സിജി കരിയർ ഗൈഡൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മതതീവ്രവാദം വളർത്തുന്നുവെന്നായിരുന്നു ആരോപണം. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ സമ്മേളനം നടന്നത് ഇതേ സിജിയിലാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എളമരം കരീമും പങ്കെടുത്തു. പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി സിജി കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ രക്തസാക്ഷി മണ്ഡപവും പാർട്ടി പതാകകളും സ്ഥാപിച്ചിരുന്നു. മുഹമ്മദ് റിയാസും പ്രദീപ് കുമാറുമാണ് ടൗൺ ഏരിയ സമ്മേളനത്തിന് സിജി ഹാൾ തെരഞ്ഞെടുത്തതെന്നാണ് വിവരം. എളമരം കരീമിനും ജില്ലാ സെക്രട്ടറി P മോഹനും സമ്മേളനം സിജിയിൽ വെച്ച് നടത്തുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. എളമരം കരീം അതൃപ്തി അറിയിച്ചപ്പോൾ ടൗൺ ഏരിയ കമ്മിറ്റി നേതാക്കളാണ് വേദി തീരുമാനിച്ചതെന്ന് പറഞ്ഞ് പ്രദീപ് കുമാർ കൈയൊഴിഞ്ഞതായാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. അതിജീവനത്തിനും സ്വയം പര്യാപ്തത രാജ്യത്തിനും ആഹ്വാനം നൽകി അന്താരാഷ്ട്ര വ്യാപാരമേളയ്ക്ക് ഡൽഹിയിൽ തുടക്കമായി. സ്വാശ്രയ വിജ്ഞാനാധിഷ്ഠിത സമൂഹം എന്ന പ്രമേയത്തിലാണ് കേരളത്തിന്റെ പവലിയൻ. ഡൽഹി പ്രഗതി മൈതാനിയിൽ 27-ാം തീയതി വരെ മേള തുടരും. പ്രഗതി മൈതാനിലെ കൺവെൻഷൻ സെന്ററിൽ 4ാമത്തെ ഹാളിൽ തയ്യാറാക്കിയ കേരള പവലിയൻ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ മാറുന്ന മുഖത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അത് മാത്രമല്ല, ഇവിടെ വരുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കേരളത്തെ ഒന്നും കൂടി അറിയുന്നതിനോടൊപ്പം തന്നെ കേരളത്തിന് ചില വിഭവങ്ങൾ കൂടി നമുക്ക് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അത് കിട്ടാനുള്ളൊരവസ്ഥയുണ്ട്. കോവിഡും പ്രളയവും ഉണ്ടാക്കിയ ദുരിതം മറികടന്നാണ് കേരളം ഇത്തവണ അന്താരാഷ്ട്ര വിപണന മേളയ്ക്കെത്തിയത്. ഡിജിറ്റൽ കൈ ഉയർത്തിക്കൊണ്ട് കേരളത്തിനെ ഉയർത്തുക എന്നുള്ളതാണ്. വിജ്ഞാന സമൂഹം വഴി നമുക്ക് സ്റ്റാർട്ടപ്പുകളുണ്ട്, എല്ലാ IT മേഖലകളുണ്ട്. എല്ലാ മേഖലകളിലും അതിശക്തമായിട്ട് കേരളം മുന്നേറി വരികയാണ്. ആ ബേസിൽ നമ്മൾ വിജ്ഞാന സമൂഹത്തിന് കേരളം പടുത്തുയർത്തുക എന്നുള്ള സബ്ജക്റ്റിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 21 സ്റ്റാളുകളും കുടുംബശ്രീയുടെ ഭക്ഷണശാലയുമാണ് കേരളം ഒരുക്കിയിട്ടുള്ളത്. മേളയിൽ സാമ്പത്തിക, സാമൂഹിക, സ്ത്രീ ശാക്തീകരണ വികസന മാതൃക ഉയർത്തുകയാണ് കുടുംബശ്രീ. ഞങ്ങളിപ്പോൾ സരസ് മേളയിൽ ഞങ്ങളുടെ ME വന്നിട്ടുണ്ട്, ME ഉൽപ്പന്നങ്ങളായിട്ട്. അതുപോലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് IITF-ലും ഞങ്ങളുടെ സംരംഭകരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാൾ കൂടി ഇത്തവണ പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് എന്ന പ്രമേയം ഉയർത്തി നടക്കുന്ന വിപണന മേളയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുറമെ ബംഗ്ലാദേശ്, ബഹ്റൈൻ, ടുണീഷ്യ, കിർഗിസ്ഥാൻ തുടങ്ങി 9 രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.